നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ചാപ്റ്റേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, ഹൈഡ്രജൻ, ഈ 2 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ ബേസിക് ഭാഗത്ത് അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നു. എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയിൽ ആദ്യം എലമെന്റുകളെ 2ആയി ക്ലാസിഫൈ ചെയ്തു. ഒന്നാം മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ്. ക്ലാസിഫിക്കേഷൻ അവതരിപ്പിച്ചത് ആൻഡ്രോയിൻ ലാവോസിയ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ദ ലോ ഓഫ് ട്രയഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ലോ ഓഫ് ട്രയഡ് ഡൊബെറൈൻഡറാണ് അതിന്റെ ഉപജ്ഞാതാവ്. അന്ന് വരെ അറിയപ്പെട്ടിരുന്ന കുറച്ച് എലമെന്റുകളെ 3 വീതം ഗ്രൂപ്പുകളുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഡൊബെറൈൻഡർ ക്ലാസിഫൈ ചെയ്തത്. ആ 3 വീതം വരുന്ന 3 ഗ്രൂപ്പുകളാണ്. ഒന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. 2 കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. 3 ക്ലോറിൻ, ബ്രോമിൻ, അയൺ. ഇതാണ് ലോ ഓഫ് ട്രയഡ്സിൽ വരുന്ന 3 ഗ്രൂപ്പുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ചോദ്യമാണ്. ഗ്രൂപ്പുകൾ തന്നിട്ട് ലോ ഓഫ് ട്രയാഡ്സിൽ വരുന്നത് ഏത് എന്ന് ചോദിക്കുന്ന രൂപത്തിൽ വരാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയൺ. അടുത്ത ക്ലാസിഫിക്കേഷൻ അവതരിപ്പിച്ചത് ന്യൂലാൻഡ് ആണ്. അത് ലോ ഓഫ് ഒക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേഴ്സ്. അതിൽ എലമെന്റുകളെ അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 8th എലമെന്റ് ഈസ് സിമിലർ ടു ഫസ്റ്റ് എലമെന്റ് എന്ന രീതിയിലാണ് വരിക. ആ ക്ലാസിഫിക്കേഷൻ ആണ് ലോ ഓഫ് ഒക്ടേഴ്സ് അവതരിപ്പിച്ചത് ന്യൂലാൻഡ്സ്. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ മെൻഡലീഫിന്റേതാണ്. മെൻഡലീഫ് ഒരു ലോ അവതരിപ്പിച്ചിരിക്കുന്നു എലമെന്റിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തി. ആ ലോയുടെ പേരാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. ഈ ലോ പറയുന്നത് ഇങ്ങനെയാണ്: പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. എലമെന്റുകളുടെ പ്രോപ്പർട്ടി അവരുടെ അറ്റോമിക മാസിന്റെ ആവർത്തനം ആയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. 7 പീരീഡുകളും 8 ഗ്രൂപ്പും വരുന്ന ഒരു ടേബിളാണ് മെൻഡലീവ് തയ്യാറാക്കിയത്. പിന്നീട് അതിനകത്ത് ഒരു ഗ്രൂപ്പ് കൂടി എക്സ്ട്രാ ചേർത്തു. നോബൽ ഗ്യാസുകളെ കണ്ടെത്തിയതിനു ശേഷം മെൻഡലീഫിന്റെ സമയത്തുള്ള പീരീഡുകളുടെ എണ്ണം 7ഉം ഗ്രൂപ്പ് 8ഉം ആയിരുന്നു. എന്നാൽ ഇതിനകത്ത് ഒരുപാട് പോരായ്മകൾ ഉള്ള ഒരു ടേബിൾ ആയിരുന്നു. അതിനുശേഷം ഹെൻറി മോസലി എന്ന സയന്റിസ്റ്റ് എലമെന്റുകളുടെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് അറ്റോമിക മാസ് അല്ല, മറിച്ച് അറ്റോമിക് നമ്പർ ആണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലീഫിന്റെ പീരിയോഡിക് ലായ്ക്ക് ഒരു ചേഞ്ച് വരുത്തുകയും ചെയ്തു. അത് മോഡേൺ പീരിയോഡിക് ലാ എന്നറിയപ്പെടുന്നു. മോഡേൺ പീരിയോഡിക് ലായിൽ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്നാണ്. അറ്റോമിക് നമ്പർ ആണ് എലമെന്റുകളുടെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലീഫ് പീരിയോഡിക് ലാ പരിഷ്കരിക്കുന്നു. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത് പ്രൊപ്പോസ് ചെയ്തത് നീൽസ് ബോർ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രൊപ്പോസ്ഡ് ബൈ നീൽസ് ബോർ. ആ ടേബിളിൽ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ലൈനുകളുണ്ട്. ഇതിൽ വരുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെ പീരീഡ് എന്നും വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ് എന്നും വിളിക്കും. അതിൽ വരുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പീരീഡ് 7 പീരീഡുമാണ്. അതിൽ ഫസ്റ്റ് പീരീഡിൽ 2 എലമെന്റുകൾ നോൺ ആസ് ഷോർട്ടസ്റ്റ് പീരീഡ്. സെക്കൻഡ് പീരീഡിലും 3rd പീരീഡിലും 8 വീതം എലമെന്റ്സ്, അതിനെ ഷോർട്ട് പീരീഡ്. പിന്നീട് വരുന്ന 2 എണ്ണത്തിൽ 4th-ലും 5th-ലും 18 എലമെന്റ്സ് ലോങ് പീരീഡ്. 6th and 7th പീരീഡ് contain 32 elements called longest period. ഗ്രൂപ്പുകൾ 18 ആണ്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആൽക്കലൈൻ മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും അറിയപ്പെടും. 13th ഗ്രൂപ്പ് എലമെന്റ്സ് ബോറോൺ ഫാമിലി, 14th ഗ്രൂപ്പ് കാർബൺ ഫാമിലി, 15th ഗ്രൂപ്പ് നിക്കോജൻ, 16th ഗ്രൂപ്പ് ചാൽക്കോജൻ, 17th ഗ്രൂപ്പ് ഹാലജൻ, 18th ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ്.
ഈ രണ്ട് പീരീഡിൽ വരുന്ന എലമെന്റുകളിൽ 18ാം ഗ്രൂപ്പ് ഒഴികെയുള്ളവരെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. 18th ഗ്രൂപ്പ് എലമെന്റുകളെ നോബൽ ഗ്യാസുകൾ എന്നാണ് അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 4 ബ്ലോക്കുകളായി മൊഡ്യൂൾ പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് എസ് വരുന്ന എലമെന്റുകൾ എസ് ബ്ലോക്ക് എലമെന്റ്, അതിലാണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലാണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെന്റ്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മെൻഡലിയസ് പീരിയോഡിക് ലാ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് വേർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് എലമെന്റുകളുടെ പ്രോപ്പർട്ടി ഏതിന്റെ ബേസിലാണ്? അതിനകത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻസ് അറ്റോമിക് വെയിറ്റ്, അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, മെൻഡലിയത്തിന്റെ പീരിയോഡിക് ലാ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic mass or weight. ഇതിനകത്ത് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ദ law of triad is applicable to a group of. law of triad വരുന്ന ഗ്രൂപ്പ്, അത് 3 ഗ്രൂപ്പുകളിലെ law of triads വരുന്നുള്ളൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരെണ്ണം ഉണ്ട്. ഓപ്ഷൻ എയിൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ 3 ഗ്രൂപ്പുകൾ മാത്രമേ ലാ ഓഫ് ട്രയാഡിൽ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാ ഓഫ് ഒക്ടേവ്സ് ഈസ് ആപ്ലിക്കബിൾ ടു. ലാ ഓഫ് ഒക്ടേവ്സിൽ ന്യൂലാൻസ് എലമെന്റുകളെ ക്രമീകരിച്ചത് ആ എലമെന്റുകൾ ഇതാണ്: ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, പൊട്ടാസ്യം, കാൽസ്യം. ഇത്രയും എലമെന്റുകളെയാണ് ന്യൂലാൻസ് ക്രമീകരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ബേസിൽ എടുത്താൽ 3 വീതം എലമെന്റുകൾ വരുന്ന 2 ഗ്രൂപ്പുകളെ നിന്ന് എടുക്കാം: ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം. അതിലൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ദ ലാ ഓഫ് ഒക്ടേവ്സ് ഈസ് ആപ്ലിക്കബിൾ ടു ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഓർ ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം. മറ്റൊരു ക്വസ്റ്റ്യൻ, എലമെന്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കാൾഡ്. പീരിയോഡിക് ടേബിളിലെ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അവർക്കൊരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, NS1O2. NS1 വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസും, NS2 വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ഈ 2 ഗ്രൂപ്പുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇവിടെ ചോദ്യത്തിൽ വന്നത്. അത് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, രണ്ടും കളക്റ്റീവ്ലി നോൺ ആസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, ദ എലമെന്റ്സ് whose electronic configuration is 1s2, 2s2, 2p6, 3s2 is. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള എലമെന്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മെറ്റലോയിഡ്, മെറ്റൽ, നോബൽ ഗ്യാസ്, നോൺ മെറ്റൽ ആണ്. അപ്പോൾ അത് ഗ്രൂപ്പ് പരിശോധിച്ച് അത് ഏത് എലമെന്റ് ആണ് എന്ന് തിരിച്ചറിയാം. മെറ്റലോയിഡ് ആണോ, മെറ്റൽ ആണോ, നോബൽ ഗ്യാസ് ആണോ, നോബൽ മെറ്റൽ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ആദ്യം ഇതിന്റെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ഇവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് എസ് സബ്ഷെല്ലിലാണ്. 3s2 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്കിൽ തന്നെ അതിന്റെ കോൺഫിഗറേഷൻ S2ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഇതൊരു സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിന് ഞാൻ നേരത്തെ പേര് പറഞ്ഞു, ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ഈ കോൺഫിഗറേഷൻ വരുന്ന എലമെന്റ് ഒരു മെറ്റലാണ് എന്ന് സാർ. എസ് ബ്ലോക്കിൽ വരുന്ന 2 ഗ്രൂപ്പുകളും മെറ്റലാണ്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റലും. ഇനി ട്രാൻസിഷൻ എലമെന്റുകളെല്ലാം, അതായത് ഡി ബ്ലോക്കിൽ വരുന്ന എലമെന്റുകളെല്ലാം മെറ്റലാണ്, എഫ് ബ്ലോക്കിൽ വരുന്ന എലമെന്റുകളെല്ലാം മെറ്റലാണ്. എന്നാൽ പി ബ്ലോക്കിൽ മെറ്റലുകളുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. അതില് മെറ്റലോയിഡ് എന്ന് പറയുമ്പോൾ സിലിക്കൺ, ജർമേനിയം പോലുള്ള എലമെന്റുകളാണ് മെറ്റലോയിഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ NS1 എന്നോ NS2 എന്നോ വന്നാൽ തർക്കമില്ലാതെ എന്ന് പറയാം. അത് എസ് ബ്ലോക്ക് എലമെന്റ് ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും ജനറലി മെറ്റൽസ് എന്ന് വിളിക്കാം. അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, സോഡിയം cannot exhibit. സോഡിയം cannot exhibit +2 oxidation state. Why? സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. 11 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. ഇതിന്റെ അവസാനത്തെ ഷെല്ല് ലാസ്റ്റ് ഷെല്ല് മൂന്നാമത്തെ ഷെല്ലാണ്. ആ ഷെല്ലില് ഒരേ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒരു എലമെന്റ് ഇതിന്റെ ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെയാണ്. സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. ആ ഒരു ഇലക്ട്രോണിനെ അത് നഷ്ടപ്പെടുത്തിയാൽ സോഡിയം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ Na+ അയോൺ ആയിട്ടാണ് അത് മാറുക. സോഡിയം അയോൺ ആയി മാറും. ഇനി ഒരു ഇലക്ട്രോൺ കൂടി അത് നഷ്ടപ്പെടുത്തണമെങ്കിൽ അകത്തെ ഷെല്ലിൽ നിന്നാണ് നഷ്ടപ്പെടുത്തിയത്. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന ഭാഗമാണ് പരിഗണിക്കപ്പെടുന്നത്. അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി എന്നാൽ ഈ പ്രോസസ്സുമായി റിലേറ്റ് വരുന്ന എൻതാൽപ്പിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്നാൽ the energy required to remove the most loosely bounded electron from an isolated gaseous atom, that is called ionization enthalpy. ആദ്യമായി ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി, രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി, മൂന്നാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി. ഇങ്ങനെ പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എപ്പോഴും ആദ്യമായി ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോണാണ്. അതിനെ റിമൂവ് ചെയ്യാൻ ഇതിനേക്കാൾ കൂടുതൽ എനർജി രണ്ടാമത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരും. അതിനേക്കാൾ കൂടുതലാണ്. Sodium cannot exhibit +2 oxidation state because options വരുന്നതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞില്ല. സോഡിയം atomic number 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. അതിന്റെ വാലൻസ് ഷെല്ലിൽ ഒരേ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ വാലൻസ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ Na+ അയോണായി മാറും. ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എൻതാൽപ്പി വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. ആദ്യത്തെ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുമാണ്. സോഡിയത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം ആദ്യം റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ലൂസിലി ബൗണ്ടഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടുത്തെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോഡിയത്തിന് കാണിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി, അല്ലെങ്കിൽ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഈസ് ഹയർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്നതാണ്. ഈ മൊഡ്യൂളിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്തത്. അതിന്റെ ആൻസർ ഇതാണ്. E1 E2 വലുതായിരുന്നത് സോഡിയം ഒരൊറ്റ ഓക്സിഡേഷൻ നമ്പർ മാത്രമേ കാണിക്കുന്നുള്ളൂ, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ തേർഡ് പീരീഡ് ദ മോസ്റ്റ് അസിഡിക് ഓക്സൈഡ് ഈസ് ഫോംഡ് ബൈ. തേർഡ് പീരീഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ അത് സോഡിയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോഡിയം, മഗ്നീഷ്യം, അത് കഴിഞ്ഞ് ഇവിടെ സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ഇങ്ങനെ പോകും ഈ എലമെന്റ്. ഇവിടെ ഇവരുണ്ടാക്കുന്ന ഓക്സൈഡുകൾ, ജനറൽ ഓക്സൈഡുകളുടെ ഫോർമുല എഴുതിയാൽ സോഡിയം Na2O, മഗ്നീഷ്യം NgO, സിലിക്കൺ SiO2, ഫോസ്ഫറസ് P4O10, സൾഫർ SO2, ക്ലോറിൻ Cl2O7 ജനറൽ ഉണ്ടാക്കുന്ന ഓക്സൈഡുകളാണ്. ഈ ഓക്സൈഡുകൾ മോസ്റ്റ് അസിഡിക് ഓക്സൈഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ വരുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ഓക്സൈഡുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. Across a period, the acidic behavior of oxide increases. Across a period, ഓക്സൈഡുകളുടെ അസിഡിക് നേച്ചർ ഇൻക്രീസസ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അസിഡിക് സ്വഭാവം കാണിക്കാൻ കഴിയുന്ന ഓക്സൈഡ് ക്ലോറിന്റെ ഓക്സൈഡിനായിരിക്കും. ഓപ്ഷൻസും അങ്ങനെ തന്നെയാണ്. സോഡിയം, ഫോസ്ഫറസ്, ക്ലോറിൻ, സൾഫർ, നൺ എന്നാണ്. മോർ അസിഡിക് ഓക്സൈഡിനെ ഉണ്ടാക്കുന്നത് ക്ലോറിനും മോർ ബേസിക് ഓക്സൈഡിനെ ഉണ്ടാക്കുന്നത് സോഡിയവുമാണ്. അസിഡിക് ക്യാരക്ടർ across a period increases and basic character decreases. അത് ഓക്സൈഡുകളിലാണ്. തേർഡ് പീരീഡിൽ വരുന്ന എലമെന്റ് ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the element which is not radioactive.
റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കാത്തയാൾക്കുള്ള ആരൊക്കെയാണ്? ഫ്രാൻസിയം, യുറേനിയം, റുബീഡിയം, റേഡിയം. ഇത്രയും എലമെന്റുകളുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് അൽക്കലി മെറ്റലുകളിൽ അവസാനത്തെ മെമ്പറായ ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവാണ്. സെക്കൻഡ് ഗ്രൂപ്പിലെ അവസാനത്തെ മെമ്പർ ആയിട്ടുള്ള റേഡിയവും റേഡിയോ ആക്റ്റീവാണ്. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ്, റേഡിയം റേഡിയോ ആക്റ്റീവ്. നെക്സ്റ്റ് വരുന്ന രണ്ടുപേർ യുറേനിയവും റുബീഡിയവുമാണ്. യുറേനിയം ഒരു എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. എഫ് ബ്ലോക്കിൽ വരുന്ന മിക്കവാറും എലമെന്റുകളൊക്കെ റേഡിയോ ആക്റ്റീവ് സ്വഭാവമാണ്. പ്രത്യേകിച്ചും യുറേനിയം മുതൽ അങ്ങോട്ട് വരുന്ന എലമെന്റുകളൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്തെ ആൻസർ വരുന്നത് റുബീഡിയമാണ്. റുബീഡിയം ആൽക്കലി മെറ്റൽ നമ്പറാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അതിൽ ഫ്രാൻസിയം മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരാരും റേഡിയോ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇവിടെ റുബീഡിയം റേഡിയോ ആക്റ്റീവ് അല്ല. നെക്സ്റ്റ്, നേരത്തെ തിയറി പറഞ്ഞപ്പോൾ വന്നിരുന്ന ഒന്നാണ് ലാ ഓഫ് ഒക്ടേവ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ഓരോന്നും എടുത്തു പറഞ്ഞിരുന്നു. അത് ലാ ഓഫ് ഒക്ടേവ്സിന് മുമ്പ് ദ ലാ ഓഫ് ട്രയാഡ് ആണ്. അത് പറയുന്ന ലാ ഓഫ് ഒക്ടേവ് ന്യൂലാൻഡ്സ്. ദ നമ്പർ ഓഫ് പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആർ റെസ്പെക്റ്റീവ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ, നീൽസ് ബോർ പ്രൊപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിളിൽ വരുന്ന വെർട്ടിക്കൽ കോളങ്ങൾ അത് ഗ്രൂപ്പും ഹൊറിസോണ്ടൽ റോസ് പീരീഡുമാണ്. ഗ്രൂപ്പ് എത്ര, പീരീഡ് എത്ര എന്നതാണ് ഇതിനകത്തെ ചോദ്യം. നമ്പർ ഓഫ് പീരീഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ 7 പീരീഡ്. ഗ്രൂപ്പ്, നമ്പർ ഓഫ് ഗ്രൂപ്പ് 18. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡും 18 ഗ്രൂപ്പ്സും ആണ്. മെൻഡലേഫിന്റെ പീരീഡിലാണെങ്കിൽ 7 പീരീഡും 8 ഗ്രൂപ്പുമാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിലെ നമ്പർ ഓഫ് പീരീഡ് 7, ഗ്രൂപ്പ് 18 ആണ്. എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 35 belongs to. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അറ്റോമിക് നമ്പർ 35, എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 35 belongs to. അതിന്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കാനാണ് ചോദ്യം. 3rd ഗ്രൂപ്പ്, 18 ഗ്രൂപ്പ്, 17 ഗ്രൂപ്പ്, 15 ഗ്രൂപ്പ്, 16 ഗ്രൂപ്പ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും ആദ്യമേ തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കണം. 35 ആണ് അറ്റോമിക് നമ്പർ വന്നിട്ടുള്ളത്. 35 അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. നോബൽ ഗ്യാസുകൾ എന്ന് വെച്ചാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൻ, റെഡൺ. അതിലെ ഹീലിയം ഫസ്റ്റ് പീരീഡിൽ വരുന്ന എലമെന്റാണ്, നിയോൺ സെക്കൻഡ് പീരീഡ്. ഇവരുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുക ഹീലിയത്തിന് 1s2, നിയോണിന് 2p6, 3p6, 4p6, 5p6, 6p6 എന്നാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇപ്പൊ നോബൽ ഗ്യാസുകളെ ഓർഡറിൽ അറിയുകയും അവരുടെ എൻഡിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുകയും ചെയ്യുമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിലേക്ക് പെടുത്താൻ പറ്റും. അറ്റോമിക് നമ്പർ 35 ആയിട്ടുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം വേണ്ടത് ഈ അറ്റോമിക് നമ്പറിന് മുന്നേ വരുന്ന നോബൽ ഗ്യാസ്. അറ്റോമിക് നമ്പറുകൾ ശ്രദ്ധിക്കാം. ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18, ക്രിപ്റ്റൺ 36, 54, 86. താഴേക്ക് 8 വെച്ച് ആണ് ആദ്യം ആഡ് ചെയ്തത്. 2 ൽ 8 കൂട്ടി വീണ്ടും 8, പിന്നെ 18, 18, 32 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പേഴ്സ് കിട്ടും. അതിന് തൊട്ട് മുന്നേ വരുന്ന നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എഴുതാം. 35ന് മുന്നേ വരുന്ന നോബൽ ഗ്യാസ് അറ്റോമിക് നമ്പർ 18 ആയ ആർഗൺ ആണ്. അതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കാം. ആർഗൺ എന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് 3p6 3p6 കഴിഞ്ഞു വരുന്ന സബ്ഷൻ മാത്രം രേഖപ്പെടുത്താം. 4s, 3d, 4p ഇങ്ങനെ 18 എണ്ണം കഴിച്ച് ബാക്കി ഇനി വരേണ്ടത് 4s 2 കൊടുക്കാം. 18 2 20, 10 കൊടുത്തു 30, ഇനി വരേണ്ടത് 5. ഇതാണ് അറ്റോമിക് നമ്പർ 35 ആയ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി തിരിച്ചറിയേണ്ടത് ഇതിന്റെ ബ്ലോക്കാണ്. ഇതിന്റെ ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്ത സബ്ഷനിലാണ് ബ്ലോക്ക്. ഇവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്തത് p ലാണ്. അതുകൊണ്ട് ഇതിന്റെ ബ്ലോക്ക് p ആണ്.
പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കാനുള്ള മാർഗം ഇതാണ്. ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്ക് ആണെങ്കിൽ NS-ലെ ഇലക്ട്രോൺ പ്ലസ് NB-ലെ ഇലക്ട്രോൺ പ്ലസ് 10. ഇവിടുത്തെ NS-ലുള്ള ഇലക്ട്രോൺ 2, NB-ലെ ഇലക്ട്രോൺ 5, പിന്നെ ഒരു 10. 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബ്ലോക്ക്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ NS plus NB plus 10. അതേസമയം അത് ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഡി ആണെങ്കിൽ NS plus N-1D ആയിരിക്കും. NS-ലെയും N-1D ഇലക്ട്രോണിന്റെ എണ്ണം ആഡ് ചെയ്താൽ ഇതിന്റെ ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ അറ്റോമിക് നമ്പർ 25 ആയ എലമെന്റിന്റെ ഗ്രൂപ്പ് ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അത് 17th ഗ്രൂപ്പാണ്. ഹാലജൻ ഫാമിലിയിലുള്ള എലമെന്റ് ആണ്. ഓർഡറിൽ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുന്ന അതേ ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് പെയർ ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ്? അപ്പോൾ ഈ എലമെന്റിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഫസ്റ്റ് പീരീഡിൽ വരുന്ന ലിഥിയം, ബെറീലിയം പോലുള്ള എലമെന്റുകൾ സെക്കൻഡ് പീരീഡിൽ വരുന്ന മഗ്നീഷ്യം, അലുമിനിയം പോലുള്ളവരുമായി കാണിക്കുന്ന ബന്ധത്തെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലിഥിയം എന്ന ആൽക്കലി മെറ്റൽ മഗ്നീഷ്യം എന്ന ആൽക്കലി എർത്ത് മെറ്റലുമായും, ബെറീലിയം എന്ന ആൽക്കലി എർത്ത് മെറ്റൽ അലുമിനിയം എന്ന 13th ഗ്രൂപ്പ് പി ബ്ലോക്ക് എലമെന്റുമായും കാണിക്കുന്ന ബന്ധം, ഗ്രൂപ്പുമായി കാണിക്കുന്ന റിലേഷൻഷിപ്പാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇത്തരം റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള കാരണം അവരുടെ അറ്റോമിക് അയണിക് റേഡിയകൾ ഏതാണ്ട് സിമിലർ ആയിരിക്കുന്നതും സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ളതുമാണ്. അപ്പോൾ ഈ ഡയഗണൽ ബന്ധം വരുന്നത് എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് വരിക. അപ്പോൾ 15th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് പെയർ ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ്? എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്കും പി ബ്ലോക്കും എലമെന്റുകൾക്കിടയിലാണ് ഡയഗണൽ ബന്ധം വരുന്നത്. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്. എ സഡൻ ജമ്പ് ബിറ്റ്വീൻ വാല്യൂസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് അയനൈസേഷൻ എൻതാൽപ്പീസ് ഓഫ് എലമെന്റ് വുഡ് ബി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് പരിശോധിച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം. 1s2, 2s2, 2p6, 3s1. നേരത്തെ വന്ന ക്വസ്റ്റ്യനിലെ അതേ പോയിന്റ് തന്നെയാണ്. അവസാനത്തെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ I1, രണ്ടാമത്തെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. I1നേക്കാൾ I2 വാല്യൂ വളരെ വലുതായിരിക്കും ഈ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് 1s2, 2s2, 2p6, 3s1, 3p2. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരാൻ സാധ്യതയില്ലാതെ തെറ്റായ കോൺഫിഗറേഷൻ ആണ്. അതിന്റെ കറക്റ്റ് ഫോം എഴുതിയിട്ട് പറയാം. 3s2, 3p1 എന്നാണ് വരുന്നത്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ പിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, രണ്ടാമത്തെ ഇലക്ട്രോൺ 3s-ൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, വീണ്ടും ഒന്നുകൂടി റിമൂവ് ചെയ്താൽ മാത്രമാണ് അവിടെ വലിയ ജമ്പ് കാണിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ I3-യും I4-ഉം തമ്മിലാണ് വലിയ ഡിഫറൻസ് കാണിക്കുക. അടുത്തത് 1s2, 2s2, 2p6, 3s. ഇവിടെ S-ൽ നിന്ന് ആദ്യം ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു I1, അടുത്ത ഇലക്ട്രോൺ റിമൂവൽ എത്രത്തോളം ഡിഫിക്കൽട്ട് അല്ല, കാരണം അതേ ഷെല്ലിൽ തന്നെ വരുന്ന ഇലക്ട്രോൺ ആണ്. എന്നാൽ മൂന്നാമത്തെ ഇലക്ട്രോൺ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് I2-ഉം I3-യും തമ്മിൽ ലാർജ് ഡിഫറൻസ് അവിടെ ഒബ്സർവ് ചെയ്യും. ഇവിടുത്തെ ചോദ്യത്തിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡിൽ വരുന്നത് ഇതാണ്. മൂന്നാമത്തെ ഇലക്ട്രോൺ റിമൂവൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് 1s, 2p6, 3s2 എന്ന കോൺഫിഗറേഷനിൽ ആയിരിക്കും. അതായത് ആൽക്കലി മെറ്റലാണ്, ആൽക്കലി എർത്ത് മെറ്റലാണ് ഇതിൽ. Next, among the following group, the collection of isoelectronic species. Isoelectronic species എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. ഐസോ ഒരുപോലെ, ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇവിടെ കുറച്ച് ഗ്രൂപ്പിംഗ്സ് കൊടുത്തിരിക്കുകയാണ്, കളക്ഷൻ ഓഫ് ഗ്രൂപ്പിംഗ്സ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഐസോ ഇലക്ട്രോണിക്സ് ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് നോക്കാം. NO+ C2
2 minus O2 C. ഇതിൽ ഓരോന്നിലുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ അവർ ഐസോ ഇലക്ട്രോണിക്കിന്റെ ഗ്രൂപ്പിംഗ് ആയിരിക്കും. നൈട്രജൻ 7 ഇലക്ട്രോൺ, ഓക്സിജൻ 8 ഇലക്ട്രോൺ, 7ഉം 8ഉം കൂടെ ചേരുമ്പോൾ 15 ആയി. പക്ഷേ ഈ സ്പീഷീസിന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. 7ഉം 8ഉം 15ൽ നിന്ന് 1 പോയി, ബാക്കി 16. നൈട്രജൻ 7, ഓക്സിജൻ 8, 7 15, 15ൽ നിന്ന് പോയി 14. C2 2 കാർബൺ, കാർബണിന്റെ നമ്പർ 6 ആണ്, 6 ഇലക്ട്രോൺ, അത് 12, പക്ഷേ 2 എക്സ്ട്രാ നേടിയിട്ടുണ്ട്, അപ്പോൾ 14. ഓക്സിജൻ മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നത്. ഓക്സിജനില് 8 ഇലക്ട്രോൺ, 8 8 16. കാർബൺ മോണോക്സൈഡ് 6ഉം 8ഉം 14. ഇതിൽ ഒരാൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം ഐസോ ഇലക്ട്രോണിക് ആണ്. O2 ഐസോ ഇലക്ട്രോണിക് അല്ല, O2 16 ഇലക്ട്രോൺ ഉണ്ട്, ബാക്കിയുള്ളവർ ഐസോ ഇലക്ട്രോൺ. ഇതുപോലെ ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് നിന്ന് കറക്റ്റ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കണ്ടെത്തുമ്പോൾ ചാർജുള്ള സ്പീഷീസ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജ് അവിടെ നിന്ന് മൈനസ് ചെയ്യുകയും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതുകൂടി കൂട്ടുകയും വേണം. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ ലോങ്സ്റ്റ് പീരീഡ്. അത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഫസ്റ്റ് പീരീഡ് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള പീരീഡാണ്, ഷോർട്ടസ്റ്റ് പീരീഡ്. സെക്കൻഡും തേർഡും 8 വീതം എലമെന്റുകൾ വരുന്നു, ഷോർട്ട് പീരീഡ്. ഫോർത്തും ഫിഫ്ത്തും 18 വീതം എലമെന്റുകൾ വരുന്നു, അത് ലോങ് പീരീഡ്. 6th 7th പീരീഡിലാണ് മാക്സിമം നമ്പർ എലമെന്റുകൾ വരുന്നത്, അതാണ് ലോങ്സ്റ്റ് പീരീഡ്. അതിന്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. 32 എലമെന്റ്സ് ആണ് ലോങ്സ്റ്റ് പീരീഡിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. നെക്സ്റ്റ്, സ്ക്രീനിങ് പവർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻ ദ ഓർഡർ SPDF. ഒരേ മെയിൻ ഷെല്ലിലെ തന്നെ സബ് ഷെല്ലുകൾ എടുത്താൽ അവർക്ക് സ്ക്രീൻ ചെയ്യാനുള്ള കഴിവ്, സ്ക്രീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാലൻസ് ഇലക്ട്രോണുകളെ ന്യൂക്ലിയർ അട്രാക്ഷനിൽ നിന്നും തള്ളി മാറ്റാനുള്ള കഴിവ് കൂടുതൽ ഉള്ളതാക്കാണ് എന്നാണ് കറക്റ്റ് ഓർഡർ. ഇതാണ് സ്ക്രീനിങ് ഇഫക്റ്റ്. എസ് ഓർബിറ്റലുകൾക്കാണ് ഏറ്റവും കൂടുതൽ, എഫിനാണ് ഏറ്റവും കുറവ്. ന്യൂക്ലിയർ അട്രാക്ഷനിൽ നിന്നോ വാലൻസ് ഇലക്ട്രോണുകളെ തള്ളിമാറ്റുന്ന പ്രതിഭാസമാണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുക. ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണത്. അകത്തിരിക്കുന്ന ഇലക്ട്രോണുകൾ വാലൻസ് ഇലക്ട്രോണുകളെ തള്ളിമാറ്റുക. അതിൽ തള്ളിമാറ്റൽ കഴിവ് ഏറ്റവും കൂടുതൽ എസിനാണ്. പിയിലേക്ക് കുറയുന്നു, വീണ്ടും കുറയുന്നു, എഫിലേക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നു. ഇതിന്റെ ഓപ്ഷനിൽ എ എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയി വരിക. നെക്സ്റ്റ്, ലോത്തർ മേയേഴ്സ് കർവ് വാസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ. ഈ ഇലക്ട്രോണുകളെ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ മെൻഡലിയഫിന്റെ ക്ലാസിഫിക്കേഷനുമായി ഏതാണ്ടൊക്കെ സാമ്യം വരുന്ന ഒരു മെത്തേഡ് ജർമ്മൻ സയന്റിസ്റ്റായ ലോത്തർ മേയറും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ലോത്തർ മേയർ ഒരു കർവ് പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് എലമെന്റുകളുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത്. ആ കർവ് ഇവരെ തമ്മിലാണ് ബന്ധപ്പെടുത്തുന്നത്. അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് വേഴ്സസ് അറ്റോമിക് വോളിയം. അറ്റോമിക് വെയിറ്റും അറ്റോമിക് വോളിയവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കർവാണ് ലോത്തർ മേയർ പ്ലോട്ട് ചെയ്തത്. ലോത്തർ മേയേഴ്സ് കർവ് വാസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ അറ്റോമിക് വെയിറ്റ് വേഴ്സസ് അറ്റോമിക് വോളിയം. നെക്സ്റ്റ്, ആൻ എയറോജൻ എമംഗ് ദ ഫോളോവിങ്. എയറോജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എലമെന്റുകൾ നോബിൾ ഗ്യാസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെലൻ, റെഡൻ ഒഴികെയുള്ള ബാക്കി നോബിൾ ഗ്യാസുകളെ എയറോജൻ എന്നറിയപ്പെടും. കാരണം അവർ അറ്റ്മോസ്ഫിയറിക് എയറിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. റെഡൻ ഇല്ല. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ലിഥിയം, ബി ബെറീലിയം, സി ക്ലോറിൻ, ഡി ഹീലിയം. കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ ആർ ഹൈഡ്രൈഡ്സ്. അതിൽ എസ് ബ്ലോക്ക് എലമെന്റുകൾ ഫോം ചെയ്യിക്കുന്ന ഹൈഡ്രൈഡ് ആണ് അയൺ. പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ് അത് കോവാലന്റ് ഹൈഡ്രൈഡ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ് മെറ്റാലിക് ഹൈഡ്രൈഡ്. ഇങ്ങനെ 3 ടൈപ്പ് ഹൈഡ്രൈഡുകളെ ഫോം ചെയ്യിക്കുന്നു. ഹൈഡ്രജൻ വിത്ത് എസ് ബ്ലോക്ക് എലമെന്റ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, അതെല്ലാം അയണിക് ഹൈഡ്രൈഡാണ്. പി ബ്ലോക്കിൽ വരുന്ന 13 മുതൽ 17th ഗ്രൂപ്പ്, 18th ഗ്രൂപ്പ് എക്സെപ്ഷണൽ കേസ്, എക്സെപ്റ്റഡ്.
ഡിയാൻഡർ ഉണ്ടാക്കുന്നത് മെറ്റാലിക് ഹൈഡ്രൈഡ് ആണ്. ഇവിടെയും ചില ഗ്രൂപ്പുകളെ ഒഴിച്ചു നിർത്തും, എക്സെപ്റ്റ് 7, 8, 9. ക്വസ്റ്റ്യനിലേക്ക് വരാം. അയണിക് ഹൈഡ്രേറ്റ്സ് ആർ ഫോംഡ് ബൈ. അയണിക് ഹൈഡ്രൈഡുകളെ ഫോം ചെയ്യിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ട്രാൻസിഷൻ മെറ്റൽ അല്ല. ട്രാൻസിഷൻ മെറ്റൽ എന്ന് വെച്ചാൽ ഡി ബ്ലോക്ക് ആണ്. എലമെന്റ്സ് ഓഫ് വെരി ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റി, ഉയർന്ന ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ഉള്ളവരാണ്. എലമെന്റ്സ് ഓഫ് വെരി ലോ ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കുറഞ്ഞവരാണ് മെറ്റലോയിഡാണ്. ഞാൻ ഈ എഴുതിയ ബ്ലോക്ക് ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ അതിനകത്ത് വന്നിട്ടില്ല, പക്ഷേ അതിൽ ഒരു ഹിന്റ് വന്നിട്ടുണ്ട്. ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടിയ ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണ്. ആൽക്കലി മെറ്റലുകളും ആൽക്കലൈൻ ഒർത്തോമെറ്റലുകളും പൊതുവെ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടിയ എസ് ബ്ലോക്ക് എലമെന്റുകളാണ്. അവരുണ്ടാക്കുന്ന ഹൈഡ്രൈഡുകളാണ് അയണിക് ഹൈഡ്രൈഡ്. അപ്പോൾ അയണിക് ഹൈഡ്രൈഡ്സ് ഫോംഡ് ബൈ, ഇതിനകത്ത് നിന്ന് ആൻസർ എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. എലമെന്റ്സ് ഓഫ് വെരി ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റി, ദാറ്റ് ഈസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, മീനിങ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ ഒർത്തോമെറ്റൽസ്. Hydrogen peroxide is now generally prepared on industrial scale. ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വാട്ടർ മാത്രമല്ല മറ്റൊരു കോമ്പൗണ്ട് കൂടി ഫോം ചെയ്യപ്പെടുന്നു, അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആദ്യമായി പ്രിപ്പയർ ചെയ്തത് തെനാഡ് എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് സൾഫ്യൂരിക് ആസിഡും ബേരിയം സൾഫേറ്റും ഉപയോഗിച്ചാണ്. തെനാഡ് ആദ്യമായി സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്തത്. അതിനുശേഷം സൾഫ്യൂരിക് ആസിഡും സോഡിയം പെറോക്സൈഡും ഉപയോഗിച്ച് പിന്നീട് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്തു. പക്ഷെ അതൊന്നും ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് 50% സൾഫ്യൂരിക് ആസിഡ് ഓൺ ഇലക്ട്രോളിസിസ്. സൾഫ്യൂരിക് ആസിഡിന്റെ 50% കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ഇലക്ട്രോളിസിസിന് വിധേയമാക്കി പ്രിപ്പയർ ചെയ്യാം. മറ്റൊന്ന് 2-ethyl anthraquinone. 2-ethyl anthraquinone അതിനെ ഓട്ടോ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ അതാണ് വ്യാവസായിക നിർമ്മാണം. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആ ഓപ്ഷൻ വന്നിട്ടില്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് നൗ ജനറലി പ്രിപ്പയർഡ് ബൈ, ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ സെലക്ട് ചെയ്യാം. ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-ethyl anthraquinone. എന്നാൽ ഇവിടെ അതില്ല, ഇതുണ്ട്, അതുകൊണ്ട് അത് സ്വീകരിക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് 50% sulfuric acid. In solid hydrogen, the intermolecular bond is hydrogen molecule. ഹൈഡ്രജൻ സോളിഡ് രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഹൈഡ്രജനെ സോളിഡ് രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെ ഉയർന്ന പ്രഷറും താഴ്ന്ന ടെമ്പറേച്ചറും അപ്ലൈ ചെയ്താൽ ഹൈഡ്രജനെ സോളിഡ് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അവർക്ക് ഇടയിൽ നിലനിൽക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതിന്റെ പേരാണ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. സോളിഡ് ഫോമിൽ മോളിക്യൂളുകൾക്കിടയിൽ നിലനിൽക്കുന്നത് ഹൈഡ്രജൻ എന്നല്ല, ഓക്സിജൻ ആയാലും നൈട്രജൻ ആയാലും ഏതായാലും, ഹീലിയം ആയാലും നിയോൺ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും കാർബൺ ടെട്രാക്ലോറൈഡ് ആയാലും അതിനകത്തൊക്കെയും നിലനിൽക്കുന്ന ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആണ്. നെക്സ്റ്റ്, വാട്ടറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഡെൻസിറ്റി ഓഫ് ഹെവി വാട്ടർ ഈസ് അറ്റ്. മാക്സിമം ഡെൻസിറ്റി ഓഫ് ഹെവി വാട്ടർ, വാട്ടറിന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കും. സാധാരണ വാട്ടറിന്റെ ഡെൻസിറ്റി 1 gram/cc ആണ്. എന്നാൽ അതിനേക്കാൾ ഉയർന്ന ഡെൻസിറ്റി വാട്ടർ കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ നിലവിലുണ്ട്. അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം ഡെൻസിറ്റി ഹെവി വാട്ടറിന്റെ. സാധാരണ വാട്ടർ അല്ല, ഹെവി വാട്ടർ ആണ്. ഹെവി വാട്ടർ എന്നാൽ DQ4. അത് ഹെവി വാട്ടർ ആണ് നോക്കുന്നത്. ഹെവി വാട്ടറിന്റെ 11.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർഡിനറി വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസും ഹെവി വാട്ടറിന് 11.6 ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളിൽ രണ്ടാമത്തെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ. അത് മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്ന ടെമ്പറേച്ചർ 11.6 ഡിഗ്രി സെൽഷ്യസ്. ഓർഡിനറി വാട്ടർ ആണെങ്കിൽ അത് മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഹെവി വാട്ടർ ആണ് ചോദ്യത്തിൽ വന്നത്, അതുകൊണ്ട് 11.6 ആണ്. നെക്സ്റ്റ്, വാട്ടറിന്റെ ഹാർഡ്നെസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യഭാഗമാണ്. വാട്ടർ, സോപ്പ് പതയാത്ത വാട്ടർ,
The water which do not give lather with the soap, that is called heavy water, hard water. Water പതയാത്തുള്ളതാണ് hard water. ഇത് heavy water. D2O hard water എന്നാൽ സോപ്പ് പതയാത്ത വെള്ളം. Water which do not give lather with the soap. അപ്പോൾ ആ സോപ്പ് പതയാത്തതിന് കാരണം അതിനകത്ത് ചില സോൾട്ടുകൾ ഡിസോൾവ് ചെയ്യുന്നതാണ്. ആ സോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടേതാണ്. ഹാർഡ്നെസ്സിന് കാരണം രണ്ട് അയോണുകൾ വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നതാണ്. ഒന്ന് Mg2+ അയോൺ, മറ്റൊന്ന് Ca2+. ഈ രണ്ട് അയോണുകൾ വെള്ളത്തിൽ ലയിക്കാൻ കാരണം ഇവരുടെ ചില സാൾട്ടുകൾ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. ഈ മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇത് ലയിച്ച് ചേരുന്നതാണ്. ഹാർഡ്നെസ് രണ്ട് ടൈപ്പിലുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം ബൈകാർബണേറ്റും പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം ക്ലോറൈഡും സൾഫേറ്റും സാൾട്ടുമാണ്. ഇതിന്റെ റിമൂവലുമായി ബന്ധപ്പെട്ട് ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ടു മെത്തേഡ്. ഒന്ന് ബോയിലിംഗ്, തിളപ്പിച്ചാൽ മാറ്റാം ടെമ്പററി. രണ്ടാമത്തേത് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്ലാർക്സ് പ്രോസസ്. ക്ലാർക്സ് പ്രോസസ്സിൽ ആഡ് ചെയ്യുന്ന കെമിക്കൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് അഥവാ കുമ്മായം ആഡ് ചെയ്തുകൊണ്ട് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന മാർഗമാണ് ക്ലാർക്സ് പ്രോസസ്. ഈ രണ്ട് മെത്തേഡാണ് ടെമ്പററി ഹാർഡ്നെസ്. ഇനി പെർമനന്റ് ഹാർഡ്നെസ് ആണെങ്കിൽ അതിലൊന്നാമത്തെ ഭാഗം ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് റിമൂവ് ചെയ്യാം. രണ്ട് കാൾഗൺ പ്രോസസ്. കാൾഗൺ എന്നത് ഒരു കെമിക്കലാണ്. അതിന്റെ കറക്റ്റ് നെയിം എന്ന് പറയുന്നത് സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്, Na6 P6O18 എന്ന കെമിക്കൽ. കാൾഗൺസ് പ്രോസസ്. ചോദ്യത്തിലോട്ട് വരാം. കാൾഗൺ ഈസ് ആൻ ഇൻഡസ്ട്രിയൽ നെയിം ഗിവൺ ടു. കാൾഗൺ ആരുടെ ഇൻഡസ്ട്രിയൽ നെയിം ആണ് എന്നതാണ് ചോദ്യം. സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്. അതിന്റെ കെമിക്കൽ ഫോർമുല Na6 P6O18 എന്നതാണ്. പ്രോസസ് കഴിയുന്നില്ല. മൂന്നാമത്തെ പ്രോസസ് കൂടിയുണ്ട്, സിയോലൈറ്റ് പ്രോസസ്. സിയോലൈറ്റ് എന്ന കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ട് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ഹാർഡ് വാട്ടറിനെ സിയോലൈറ്റ് എന്ന് വെച്ചാൽ സോഡിയം അലുമിനിയം സിലിക്കേറ്റ്. സോഡിയം അലുമിനിയം സിലിക്കേറ്റ് അതാണ് സിയോലൈറ്റ്. ഇത് ആഡ് ചെയ്തുകൊണ്ട് ഹാർഡ്നെസ്സിന് കാരണക്കാരായിട്ടുള്ള ഈ രണ്ട് അയോണുകളെ നീക്കം ചെയ്യപ്പെടാം. അവിടെ നീക്കം ചെയ്യപ്പെടുന്നത് ഈ രണ്ട് അയോണുകളാണ്. ചോദ്യം അങ്ങനെയാണ് ഇതിനകത്ത്. When zeolite is treated with hard water, the sodium ions are exchanged with hard water. Sodium ions are exchanged with ഒന്നുകിൽ കാൽസ്യം അയോൺ അല്ലെങ്കിൽ മഗ്നീഷ്യം അയോൺ ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക. അതിൽ ഇവിടെ തന്നിരിക്കുന്നത് കാൽസ്യം അയോൺ ഉണ്ട്. Zeolite is treated with the hard water, the sodium ions are exchanged with Ca2+ ion or Mg2+ ion. Next നേരത്തെ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 30th ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് is manufactured by. ഞാനൊരു ഇക്വേഷൻ നേരത്തെ ഇവിടെ എഡിറ്റ് ചെയ്യുന്നു. 2-ethyl anthraquinone auto oxidation. Hydrogen peroxide manufactured by the auto oxidation of option 2-ethyl anthraquinone, naphthalene, anthracene. അതിലുള്ളത് 2-ethyl anthraquinone. Next, which restore the color of lead paint? Lead എന്നാൽ P. ഇത് അടങ്ങിയ പെയിന്റുകൾ പൊതുവെ വൈറ്റ് കളറാണ്. എന്നാൽ ഇത് വായുവിൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഹൈഡ്രജൻ സൾഫൈഡുമായി പ്രവർത്തിക്കുകയും അത് ലെഡ് സൾഫൈഡായി മാറുകയും ചെയ്യും. അപ്പോൾ അതിന്റെ നിറം ഒന്ന് മാറും, വൈറ്റിൽ നിന്ന് മാറ്റാം.
ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെമിക്കലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ലെഡ് സൾഫൈഡ് എന്നത് ലെഡ് സൾഫേറ്റ് ആയി മാറും. PbSO4 ആയിട്ട് മാറും. ഒപ്പം ഓക്സിജൻ ഗ്യാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിന്റെ നിറം വൈറ്റ് ആയി. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അവിടെ ഓപ്ഷന്റെ ആൻസർ വരുന്നത്. വിച്ച് റീസ്റ്റോർ ദ കളർ ഓഫ് ലെഡ് പെയിന്റ്. ശ്രദ്ധിക്കണം, ലെഡ് അടങ്ങിയിട്ടുള്ള പെയിന്റുകൾ വൈറ്റ് ആണ്. പക്ഷെ അത് കുറെ കാലം കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഹൈഡ്രജൻ സൾഫൈഡിന്റെ പ്രസൻസ് ഉള്ള അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ പെട്ടെന്ന് അത് കറുക്കാൻ സാധ്യതയുണ്ട്. ലെഡ് സൾഫൈഡ് ആയി മാറുന്നതാണ്. അത് നീക്കാൻ ചെയ്യാൻ, അത് നോക്കാൻ കഴിയുന്ന ആർട്ടിക്കിളിലാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനായി മുക്കുകയോ അല്ലെങ്കിൽ തുവാലയിൽ മുക്കി തുടയ്ക്കുകയോ ചെയ്താൽ അതിന്റെ പഴയ നിറം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ്, ഡ്യൂറിംഗ് ഹൈഡ്രജനേഷൻ ഓഫ് ഓയിൽ കാറ്റലിസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ്. ഹൈഡ്രജനേഷൻ നടത്തുമ്പോൾ അവിടെ സാധാരണ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ് എന്നാണ്. ഹൈഡ്രജനേഷൻ എന്നാൽ പ്രോസസ് ഇതാണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണുകളിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാം. അപ്പോൾ അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണുകളായി മാറും. കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിക്കൽ, പ്ലാറ്റിനം ഓർ പലേഡിയം. ഹൈഡ്രജനേഷൻ പ്രോസസ്സിൽ കോമൺലി യൂസ്ഡ് കാറ്റലിസ്റ്റ് ആർ നിക്കൽ ഓർ പ്ലാറ്റിനം ഓർ പലേഡിയം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിക്കൽ ഉണ്ട്. നെക്സ്റ്റ്, പ്യുവർ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ്. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്യുവർ ആയിരിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? ഓപ്ഷൻസിൽ കളർലെസ് ലിക്വിഡ്, എ ഗ്യാസ്, ബ്ലൂ സിറപ്പി ലിക്വിഡ്, പെയിൽ ബ്ലൂ സിറപ്പി ലിക്വിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്യുവർ ഫോമിൽ കാണപ്പെടുന്നത് ഇളം നീല നിറത്തിലാണ്. വെള്ളത്തിനെ പോലെ അല്ല, കുറച്ച് സിറപ്പി ആയിട്ടാണ്, വെളുത്തവരാവുന്നതായിട്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കാണപ്പെടുക. ഹൈഡ്രജൻ പെറോക്സൈഡിനെ സംബന്ധിച്ച ചോദ്യത്തിന്റെ ഉത്തരം പ്യുവർ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് പെയിൽ ബ്ലൂ സിറപ്പി ലിക്വിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂട്ടീരിയം വാസ് ഡിസ്കവർഡ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ഹൈഡ്രജൻ ഹാസ് 3 stable isotope, 2 stable isotope. ഒന്ന് H11 എന്ന് എഴുതും, മറ്റൊന്ന് H12, അടുത്തത് H12. ഇതാണ് ഓർഡിനറി ഹൈഡ്രജൻ. ഇത് ഹെവിസ്റ്റ്. ഇതിനെ ഡ്യൂട്ടീരിയം എന്നും ഇതിനെ ട്രിഷ്യം എന്നും ഇതിനെ പ്രോട്ടിയം എന്നും പറയും. 3 isotopes of hydrogen are ordinary hydrogen, protium, deuterium, heavy hydrogen. Heaviest tritium. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറാണ്. ഇവർക്ക് 3 പേർക്കും അറ്റോമിക് നമ്പർ സെയിം ആണ്, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം സെയിം ആണെന്നാണ്. എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇവിടെ മാസ് നമ്പർ ഒന്നേ കാണിക്കുന്നുള്ളൂ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ നമ്പറാണ്. അപ്പൊ ഇവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു ചോദ്യം വരാവുന്നതാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഓർഡിനറി ഹൈഡ്രജൻ അഥവാ പ്രോട്ടിയം. ഒരു ന്യൂട്രോൺ വരുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോൺ വരുന്നതാണ് ട്രിഷ്യം. ഈ ഐസോട്ടോപ്പുകളുമായി റിലേറ്റ് ചെയ്ത് വരുന്നതിൽ ഈ പ്രോട്ടിയത്തിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ്, ഏറ്റവും അബണ്ടന്റ് ആയി വരുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഓർഡിനറി ഹൈഡ്രജൻ തന്നെയാണ്, പ്രോട്ടിയം തന്നെയാണ്. ഏറ്റവും ലീസ്റ്റ് അബണ്ടന്റ് ട്രിഷ്യുമാണ്. ഇനി ഹെവി ഹൈഡ്രജന്റെ ഭാഗത്ത് ഉള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നത്. ഇത് ആരാണ് കണ്ടെത്തിയത് എന്നാണ്. ഡ്യൂട്ടീരിയം വാസ് ഡിസ്കവേർഡ്. ഡ്യൂട്ടീരിയത്തിന്റെ ഡിസ്കവർ ഹാറോൾഡ് സി യുറേ എന്ന സയന്റിസ്റ്റ് ആണ്. ഡ്യൂട്ടീരിയം ഡിസ്കവേർഡ് ബൈ ഹാറോൾഡ് സി യുറേ. അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ ആണ്, ഹാറോൾഡ് സി യുറേ. ഈ ട്രിഷ്യത്തിനെ സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ വരാം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യവും. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ എക്സ്ക്ലൂഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്.
രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അതാണ് അതിന്റെ സ്ട്രക്ചർ, ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതിനകത്ത് ഓരോ ഓക്സിജൻ ആറ്റം എടുത്താലും അതിനകത്ത് പ്രത്യേകത എന്നത് രണ്ട് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും ഉണ്ട്. മൊത്തം ഇലക്ട്രോൺ പെയർ 4ആണ്. ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ചോദ്യം ഇവിടെ അതായിരുന്നു. ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് sp3. മറ്റു ചാപ്റ്ററിൽ അത് വരുന്നത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ സ്ട്രക്ചർ വരുന്ന കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ വരും. നെക്സ്റ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡിനെ സംബന്ധിച്ച് വേറൊരു ചോദ്യം കൂടി വന്നിരിക്കുന്നു. ഇതിന്റെ ഈ സ്ട്രക്ചർ, ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ എടുക്കുമ്പോൾ അത് എത്രത്തോളം തുറന്നിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിന്റെ പേരാണ് ഡൈഹെഡ്രൽ ആംഗിൾ. ഇത് ഫേസ് മാറുന്നതിനനുസരിച്ച് ഡൈഹെഡ്രൽ ആംഗിൾ മാറും. അത് ഗേഷ്യസ് ഫേസിലാണെങ്കിൽ 111.2 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഡൈഹെഡ്രൽ ആംഗിൾ. അതേസമയം സോളിഡ് ഫേസിലാണെങ്കിൽ അത് 90.2 സംതിങ് ഡിഗ്രി ആയിരിക്കും. 115.5 ഡിഗ്രി ഗേഷ്യസ് ഫേസിലും സോളിഡ് ഫേസിൽ 90.2. ചോദ്യം ഇതാണ്, ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് H2O2 ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ചോദ്യം ഗേഷ്യസ് സ്റ്റേറ്റിൽ 111.5 ഡിഗ്രി ആണ്. നെക്സ്റ്റ്, ദ ഹൈഡ്രൈഡ് വിത്ത് പോളിമറിക് സ്ട്രക്ചർസ്. ഹൈഡ്രൈഡ് നേരത്തെ തുടക്കത്തിലെ ക്വസ്റ്റ്യനും ഹൈഡ്രൈഡ് ആയിരുന്നു. അതില് പോളിമറിക് സ്ട്രക്ചർ, ഒന്നിലധികം പേർ ചേർന്ന് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് പോളിമറിക് സ്ട്രക്ചർ. പോളിമറിക് സ്ട്രക്ചർ കാണിക്കുന്ന രണ്ട് ഹൈഡ്രൈഡുകളാണുള്ളത്. ഒന്ന് BeH2 രണ്ടാമത്തേത് MgH2. ബെറീലിയം ഹൈഡ്രൈഡും മഗ്നീഷ്യം ഹൈഡ്രൈഡും പോളിമറിക് ആണ്. അതിൽ ഇവിടെ ഉള്ളത് ബെറീലിയം ഹൈഡ്രൈഡ് ആണ്. BeH2 is polymer. നേരത്തെ വന്നൊരു ചോദ്യം വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നു. കാർഗൻ പറഞ്ഞു, സോഡിയം ഹെക്സാ മെറ്റാഫോസ്ഫേറ്റ് ആണ്. വീണ്ടും നേരത്തെ സൂചിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പെർമനന്റ് ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ക്ലാർക്സ് പ്രോസസ്, ബോയിലിംഗ്, പെർമ്യൂട്ടേറ്റ് പ്രോസസ്, കാർഗൻ പ്രോസസ്. പെർമനന്റ് ഹാർഡ്നെസ് നീക്കം ചെയ്യാനുള്ള മാർഗം വ്യക്തമാക്കിയതാണ്. ഒന്ന് കാൾഗൻസ് മെത്തേഡ്, രണ്ട് സിയോലൈറ്റ് പ്രോസസ്. സിയോലൈറ്റ് പ്രോസസ്സിന്റെ മറ്റൊരു പേരാണ് പെർമ്യൂട്ടേറ്റ് പ്രോസസ് എന്നും അറിയപ്പെടുന്നു. സിയോലൈറ്റ് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് പെർമ്യൂട്ടേറ്റ് പ്രോസസ്. ഹൈഡ്രജൻ എന്ന എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ കൂടി പറയേണ്ടി വരും. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഫസ്റ്റ് എലമെന്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് S സബ്ഷനിലെ ഒരു ഇലക്ട്രോണിലാണ്. അതുകൊണ്ട് തന്നെ അതൊരു S ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് പറയാം. നേരത്തെ ബ്ലോക്ക് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യപ്പെടുന്നത് S സബ്ഷനിലാണെങ്കിൽ അത് S ബ്ലോക്ക് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈഡ്രജനെ S ബ്ലോക്ക് എലമെന്റ് ആയി കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഹൈഡ്രജന് പീരിയോഡിക് ടേബിളിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പൊസിഷൻ ആണ്. പീരിയോഡിക് ടേബിൾ എന്തുകൊണ്ട് ഹൈഡ്രജന് സ്പെഷ്യൽ പൊസിഷൻ വന്നു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഹൈഡ്രജൻ ചില കാര്യങ്ങളിൽ, ചില പ്രോപ്പർട്ടീസിൽ സിമിലാർ വിത്ത് ആൽക്കലി മെറ്റൽ ആൻഡ് സിമിലാർ വിത്ത് ഹാലജൻ. 1ാം ഗ്രൂപ്പ് എലമെന്റുമായും 17ാം ഗ്രൂപ്പ് എലമെന്റുമായും ചില കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട് ഹൈഡ്രജന്. ഒപ്പം തന്നെ അവരുമായി ഒട്ടനവധി ഡിസിമിലാരിറ്റിയും ഹൈഡ്രജനുണ്ട്. അതാണ് അതിന്റെ കാരണമായി പറയുന്നത്. ഒപ്പം തന്നെ ഹൈഡ്രജൻ അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേക പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ സ്ഥാനം ഒരു സ്പെഷ്യൽ പൊസിഷനാണ്. ഹൈഡ്രജനെ സംബന്ധിച്ച് മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏത്? അതും ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹൈഡ്രജൻ ഇല്ല. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് വരുന്നത് നൈട്രജൻ ആണ്.
എർത്ത് ക്രസ്റ്റിലാണെങ്കിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് വരുന്ന എലമെന്റ് ഓക്സിജനും. ഓക്സിജൻ കഴിഞ്ഞാൽ സിലിക്കൺ ആണ് രണ്ടാം സ്ഥാനത്ത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു എലമെന്റ് തന്നെയാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സാധാരണ സാഹചര്യങ്ങളിലൊന്നും അങ്ങനെ ആരുമായിട്ടും റിയാക്ട് ചെയ്യാറില്ല. അതിന്റെ റീസൺ കൂടി ഓർക്കണം. ഹൈഡ്രജൻ മോളിക്യൂൾ എന്നത് അത്രത്തോളം സ്റ്റേബിൾ ആയ ഒരു മോളിക്യൂളാണ്. ഹൈഡ്രജൻ രണ്ട് ചെറിയ ആറ്റങ്ങൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഹൈഡ്രജൻ മോളിക്യൂളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എൻതാൽപ്പി, ആ എൻതാൽപ്പി വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ വലുതായതുകൊണ്ട്, വളരെ ഉയർന്നതായതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യപ്പെടാനും ഹൈഡ്രജൻ ആറ്റങ്ങളായി മാറി കെമിക്കൽ ബോണ്ടുകളിൽ പങ്കെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഹൈഡ്രജൻ ഓർഡിനറി കണ്ടീഷനിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ മടി കാണിക്കും. എന്നാൽ സാഹചര്യം ഒത്തുവന്നാൽ ഹൈഡ്രജൻ മെറ്റലുകളുമായും നോൺ മെറ്റലുകളുമായും ഒക്കെയും പ്രവർത്തിച്ച് കോമ്പൗണ്ടുകളെ, ബൈനറി കോമ്പൗണ്ടുകളെയും കോംപ്ലക്സ് കോമ്പൗണ്ടുകളെയും ഹൈഡ്രജൻ ഉണ്ടാക്കാറും ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് വാട്ടർ. ഹൈഡ്രജൻ നൈട്രജനുമായി കമ്പൈൻ ചെയ്തുണ്ടാകുന്നു അമോണിയ. ഹൈഡ്രജൻ മെറ്റലുകളായി സോഡിയം പോലുള്ള മെറ്റലുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന അവരുടെ ഹൈഡ്രേറ്റ് സോഡിയം ഹൈഡ്രൈഡ് NaH. അതുപോലെ കാൽഷ്യം മെറ്റലുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രേറ്റ് ആണ് കാൽഷ്യം ഹൈഡ്രേറ്റ് CaH2. അവിടെ നിന്നൊരു സോഡിയം ഉണ്ട്. കാൽഷ്യം ഹൈഡ്രൈഡ് കോമൺലി നോൺ ആസ് കാൽഷ്യം ഹൈഡ്രൈഡ് കോമൺലി അറിയപ്പെടുന്നത് ഹൈഡ്രോലിത്ത് എന്നാണ്. കാൽഷ്യം ഹൈഡ്രൈഡ് ഈസ് കോമൺലി നോൺ ആസ് ഹൈഡ്രോലിത്ത്. അപ്പൊ ഹൈഡ്രജൻ ഹൈഡ്രൈഡുകളെ ഉണ്ടാകുന്നത് സൂചിപ്പിച്ചതാണ്. 3 ടൈപ്പ് ഹൈഡ്രൈഡുകളെയാണ് ഹൈഡ്രജൻ ഉണ്ടാക്കുക. S ബ്ലോക്ക് എലമെന്റുകൾ ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ് അയണിക് ഹൈഡ്രൈഡ്. P ബ്ലോക്കിൽ 18ാം ഗ്രൂപ്പ് ഒഴികെയുള്ളവർ ഉണ്ടാക്കുന്നത് കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്. ഡിയിലെയും എഫിലെയും എലമെന്റുകൾ ഉണ്ടാക്കുന്ന ഹൈഡ്രൈഡ് മെറ്റാലിക് ഹൈഡ്രൈഡ്. അതിൽ ഒരു ഭാഗം ഹൈഡ്രൈഡിനെ ഉണ്ടാക്കുന്നില്ല. 7, 8, 9 ഗ്രൂപ്പുകൾ ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കാറില്ല. ആ പോർഷൻ പീരിയോഡിക് ടേബിളിലെ ആ പോർഷൻ ഇങ്ങനെ അറിയപ്പെടുന്നു. 7, 8, 9 ഇത് അറിയപ്പെടുന്നത് ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്നാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രൈഡ് ഗ്യാപ്പ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് നമ്പർ 7, 8 ആൻഡ് 9. ബാക്കിയുള്ളവരെല്ലാം ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കും. പി ബ്ലോക്കിലും ഒരെണ്ണം ഒഴിവാക്കി നിർത്തും. പി ബ്ലോക്കിലെ 18ാം ഗ്രൂപ്പ് നോബൽ ഗ്യാസുകൾ ഹൈഡ്രൈഡുകളെ ഉണ്ടാക്കാറില്ല. ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട 2 കോമ്പൗണ്ടുകളാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡുമാണ് ഇതിനകത്ത് ഉള്ള ഹൈഡ്രജന്റെ 2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. അതിൽ ഹൈഡ്രജൻ സ്ട്രക്ചർ നോക്കി വന്നിരുന്നു. അത്രയുമാണ് ഇതിനകത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.